ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് യാർഡിലാണ് വന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കസ്റ്റമർ ട്രിവാൻഡ്രത്തു നിന്നുള്ള അനസ് എന്ന് പറഞ്ഞ ഇക്കാക്ക് TUV ഓട്ടോമാറ്റിക് വേണമെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അഡ്വാൻസ് പേയ്മെൻറ്റ് ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോർമൽ എല്ലാവരുടെ നിന്ന് വാങ്ങാറുള്ള പോലെ തന്നെ 25,000 അഡ്വാൻസ് മേടിച്ച് വെച്ചു. അപ്പോൾ ഞാൻ മിക്ക വീഡിയോയിലും വണ്ടി ഇങ്ങനെ എടുത്തു കൊടുക്കുമെന്ന് പറയുമ്പോഴും പ്രൊസീജിയർ ഞാൻ എന്തുകൊണ്ടാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് വേണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയറാണ്, ഞാൻ എങ്ങനെ വണ്ടി എടുക്കുന്നത് എന്നുള്ളതൊന്നും ഞാൻ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ ഷോർട്ട് വീഡിയോസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ വീഡിയോസ് വഴി നിങ്ങൾക്കത് കാണിച്ചു തരാം. TV ഓട്ടോമാറ്റിക് അപ്പോൾ ആൾക്ക് വേണ്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ യാർഡിൽ സ്റ്റോക്കിനായിട്ടുണ്ട്. അപ്പോൾ ഡെലിവറി എടുക്കണം, ബില്ല് കാര്യങ്ങൾ മേടിക്കണം. മാത്രമല്ല അത് ബില്ല് മേടിച്ചതിന് ശേഷം നമ്മുടെ ആപ്പിലുള്ള ഇൻസ്പെക്ഷൻ റിപ്പോർട്ടുമായിട്ട് മാച്ച് ചെയ്തിട്ട് വണ്ടിയുടെ കണ്ടീഷൻ ഫുള്ളായിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ യാർഡിൽ ഇപ്പോൾ വണ്ടി എനിക്ക് 25,000 അഡ്വാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു 15 days ആയി. കാരണം വണ്ടി ആൾ ഉദ്ദേശിച്ച പോലെ ഓട്ടോമാറ്റിക് വണ്ടി ആ ഒരു പ്രൈസിങ് കാര്യങ്ങൾ കിട്ടാൻ കുറച്ച് പ്രയാസമായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് വണ്ടി കിട്ടിയത്. വണ്ടി സ്റ്റോക്കിനായിട്ടുണ്ട്. അപ്പോൾ വണ്ടിൻ്റെ പേയ്മെൻറ്റ് എനിക്ക് വണ്ടിയുടെ സ്റ്റോക്കിനായി എന്ന് പറഞ്ഞപ്പോൾ ആളുടെ നിന്ന് ഞാൻ ഒരു ഹാഫ് പേയ്മെൻറ്റ് വാങ്ങി. അതായത് ആൾ ഈ 2 lakhs കൂടി തന്നു. മൊത്തം 2,25,000 rupees ആളിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ബാക്കി എമൗണ്ട് വണ്ടി ഡെലിവറി കൊടുത്തിട്ട് 1 day യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ആണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പേയ്മെൻറ്റ് അടച്ച് വണ്ടി ഡെലിവറി എടുക്കാനാണ് വന്നിരിക്കുന്നത്. ഡെലിവറി എടുത്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വണ്ടി ഡെലിവറി കിട്ടി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം സെയിൽ ചെയ്ത 2-3 വണ്ടികളുടെ RC ബുക്കുകളും കൂടി കിട്ടിയിട്ടുണ്ട്. കാരണം RC ബുക്കുകൾ നമുക്ക് ഒരു വണ്ടി കസ്റ്റമർക്ക് ഡെലിവറി കൊടുത്തതിന് ശേഷം പേയ്മെൻ്റ് എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് RC റിലീസ് ചെയ്യുള്ളൂ. കാരണം RC ബുക്കുകൾ എടുക്കുമ്പോൾ നമ്മളൊരു 5,000 rupees ഇവിടെ RC നമ്മൾ കെട്ടിവെച്ചെടുക്കുന്നത്. കാരണം പേര് മാറാണ്ടിരിക്കുക എന്നുള്ളൊരു ചടങ്ങായതുകൊണ്ട് നമ്മൾ നെയിം ട്രാൻസ്ഫറിന് കൊടുത്തു കഴിയുമ്പോൾ എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡെപ്പോസിറ്റ് എമൗണ്ട് കൂടി അടച്ചിട്ടാണ് മിക്കപ്പോഴും RC ബുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ മിക്ക വണ്ടികളും കൊടുക്കുമ്പോൾ ഞാൻ RC ബുക്ക് കൂടെ കൊടുക്കാറില്ല, കൊറിയർ കൊടുക്കുക ചെയ്യാറ്. പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട്. അപ്പോൾ RC കുറച്ച് മുൻപ് സെയിലായി പോയ കുറച്ച് വണ്ടികളുടെ RC കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ TUV ഈ കിടക്കുന്നതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൈസ് നമുക്കിപ്പോൾ എടുത്തിരിക്കുന്ന പ്രൈസ് 4,70,000 രൂപ കേട്ടോ. 4,70,000 രൂപയ്ക്കാണ് ഈ വണ്ടി എടുത്തിരിക്കുന്നത്. ശരിക്കും എടുത്തു കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ കയ്യിൽ വെച്ച് യൂസ് ചെയ്തിട്ടാണ് ഡെലിവറി കൊടുക്കാറുള്ളൂ. എൻ്റെ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ കിട്ടുമ്പോൾ ചിലപ്പോൾ ഈ കസ്റ്റമർ ഒരു കമ്പനിക്ക് സെയിൽ ചെയ്യുന്നതുകൊണ്ട് അവർ കഴുകി വൃത്തിയാക്കി കൊടുക്കണമെന്നൊന്നുമില്ല. കാരണം അത്യാവശ്യം ചെളി ഉണ്ടാവും. ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല ചെളി ആയതുകൊണ്ടും ഈ യാർഡായതുകൊണ്ടും യാർഡിൽ വണ്ടി കൊണ്ടിടുമ്പോൾ അത്യാവശ്യം ചെളി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളിനി ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വൃത്തിയാക്കി ഒരു ദിവസം നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ഇടുള്ളൂ. ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വണ്ടികളുടെ, ഈ റിപ്പോർട്ട് വെച്ചിടുന്ന വണ്ടികളുടെ. അപ്പോൾ വേറെ ബോഡിയിൽ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ കറക്റ്റ് തന്നെയായിരിക്കും. ബാക്കി ഈ ഒരു സ്ക്രാച്ച് നമ്മുടെ ഫോട്ടോയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ 1-2 സ്ക്രാച്ചസ് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇവിടെ തന്നെ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തിട്ടാട്ടോ നമ്മൾ പിന്നെ കൊണ്ടുപോവുക. അപ്പോൾ അത്തരത്തിലുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഒരു ചെറിയൊരു ഡെൻറ്റ് കാര്യങ്ങളുണ്ട്. പിന്നെ ബോഡി ഒന്ന് പോളിഷ് ചെയ്യണം. കാരണം ഈ കളറ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് പോളിഷ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ആ ഗ്ലോസി ആ ഒരു ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. മാത്രമല്ല ഈ ഫ്രണ്ട് ബമ്പർ ഒന്ന് പെയിൻറ്റ് ചെയ്യും വേണം. അപ്പോൾ അത് ചെയ്യാൻ എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇപ്പോൾ ആ ഒരു ഫ്രണ്ട് ബമ്പർ പെയിൻറ്റ് ചെയ്യണം, പോളിഷ് ചെയ്യണം, ഇൻറ്റീരിയർ വാഷ് ചെയ്യണം. ഇത്രയും വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വണ്ടി ഡെലിവറി കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഒരു 2-3 days ആവും. ഇപ്പോൾ സ്പെയർ ടയർ യൂസ് ചെയ്തിട്ടില്ല. T8 ഓട്ടോമാറ്റിക് കേട്ടോ. T8 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 4,60,000 മൊത്തം ടാക്സ് എല്ലാം കൂടി കൂടിയിട്ട് 4,70,000 ആയിട്ടുണ്ട്. ഈ പോളിഷ് വർക്കും കാര്യങ്ങളും ചെക്കിങ്ങും എല്ലാം കൂടി വരുമ്പോഴേക്കും പിന്നെ ടയേഴ്സ് 2 റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഏകദേശം വണ്ടിക്ക് കോസ്റ്റ് ഒരു കസ്റ്റമർക്ക് ഒരു 490 ഏകദേശം കോസ്റ്റ് ആവും. ആളെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോസും ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വണ്ടി ഇപ്പോൾ എൻ്റെ കയ്യിൽ കീ കിട്ടിയുള്ളൂ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പവർ വിൻഡോസ് 4. ഓക്കെ,
സീറ്റ് കവർ ഓക്കെ, ഡാമേജസ് ഒന്നുമില്ല. ഫ്ലോർ മാറ്റ് പുത്തൻ പോലെ തന്നെ ഉണ്ട്. വണ്ടി ഓടിയിരിക്കുന്ന കിലോമീറ്റർ 10,770 കിലോമീറ്റേഴ്സ് ഓൺലി. വെറും 10,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. എൻജിൻ റൂമിൻ്റെ കണ്ടീഷനാണ്. മഹീന്ദ്രയുടെ ഒരു കുഴപ്പമിട്ടോ, ഇത് ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെയുള്ള സാധനം കൊണ്ട് വയ്ക്കും, അത് തൊടുമ്പോൾ തന്നെ ഊരിയും വരും. ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസ് ഇല്ല. ഒരു മണിയടി സൗണ്ട് വരുന്നുണ്ട്. അത് ചെറിയ മണിയടി സൗണ്ട് വരുന്നില്ലേ, അത് ഇവിടെ ഒരു ലിവറുണ്ട്, അതിൽ യൂസായിട്ടുണ്ട്. കൈ വയ്ക്കുമ്പോൾ നിൽക്കുന്നുണ്ട്. അത് മഹീന്ദ്രയ്ക്ക് ഉള്ളതാണ്. ടർബോൻ്റെ വാൽവ് ഓപ്പൺ ആവണ ഒരു സംഭവം. അതിന് ചെറിയൊരു സൗണ്ട് അതൊന്ന് ചെയ്യണം. ബാക്കി എൻജിൻ പക്ക. ബോണറ്റ് റീപ്ലേസ് ഇല്ല, ഡോറ് റീപ്ലേസ് ഇല്ല, ഗ്ലാസ്സുകളും റീപ്ലേസ് ഇല്ല. ഓക്കെ, ബൂട്ട് ഫ്ലോറൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കമ്പനി സീറ്റ് കവർ, ബൂട്ട് ഡോർ ഓക്കെ. റൂഫ് ഡെൻ്റ് കാര്യങ്ങളൊന്നുമില്ല. ബാക്ക് ആക്സിഡൻറ്റോ റീപെയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതും പേസ്റ്റിങ് ഒന്നും കാര്യമൊന്നും ഡെൻ്റൊന്നുമില്ല. ലോക്കുകളൊക്കെ ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് കൊണ്ടുപോയിട്ട് ഞാൻ എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആദ്യം കൊണ്ട് വാഷ് ചെയ്യും. ഈ വാഷ് ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, ഫുള്ളായിട്ട് ബോഡി നന്നായിട്ട് വാഷ് ചെയ്യും. അതുപോലെ തന്നെ ലിഫ്റ്റ് ചെയ്തിട്ട് അണ്ടർ ബോഡി നന്നായിട്ട് വാഷ് ചെയ്യും. നന്നായിട്ട് കെമിക്കൽ ഇട്ടിട്ട് അടിയിൽ നിന്ന് വാഷ് ചെയ്യുമ്പോൾ കൂടെ നിൽക്കും. കൂടെ നിന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ അടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഓയിൽ ലീക്സോ, അടിയിൽ എന്തെങ്കിലും അബ്നോർമലായിട്ട് എന്തെങ്കിലും കാണുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജസ് അടിയിലുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് ഫസ്റ്റ് ഒരു 24 hours ഞാൻ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ എനിക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ വാഷിങ്ങും ഇനി അടിഭാഗം കുറച്ച് ഇനിയിപ്പോൾ വീഡിയോ വരെ ഏകദേശം 50 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഓടാനുണ്ട്. അപ്പോൾ അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് എൻ്റെ ആ ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ അത്രയും നോക്കി എനിക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പോളിഷ്, ഇൻറ്റീരിയർ വാഷ്, വണ്ടി ഫ്രഷ് ആക്കിയിട്ട് ഡെലിവറി കൊടുക്കും. പിന്നെ അവർക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു കമ്പനി ഇൻസ്പെക്ഷനും കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത് മൊത്തം വാഷ് ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടാണ് വണ്ടി ഡെലിവറി കൊടുക്കുക. തീർച്ചയായിട്ടും ഈ 25,000 റുപ്പീസൊക്കെ ഞാൻ അഡ്വാൻസ് മേടിച്ച് വെച്ചിട്ട് ഒരാളിപ്പോൾ ഒരു ഹോണ്ട സിറ്റി വേണം എന്ന് പറയുകയാണെങ്കിൽ ആ ഹോണ്ട സിറ്റി മോഡൽ ഡീറ്റെയിൽസ് 1-2 ഓപ്ഷൻസും കൂടി വെച്ചിട്ട് പൈസ മേടിച്ച് വെച്ചിട്ട് നമ്മൾ നോക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുമോ, ചില ആൾക്കാർ വണ്ടി വേണമെന്നൊക്കെ പറയും, ഷുവറായിട്ട് എടുക്കാമെന്നൊക്കെ പറയും. നമ്മൾ അവർക്ക് വേണ്ടി വണ്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും ഞങ്ങൾ വേറെ വണ്ടി എടുത്തു, അല്ലെങ്കിൽ ഇപ്പോൾ എടുക്കുന്നില്ല, ബഡ്ജറ്റില്ല, പ്ലാൻ മാറ്റി, അച്ഛൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷനിലാണ് വണ്ടി എടുക്കുന്നത് എല്ലായിടത്തും പറയാറുണ്ട്. അപ്പോൾ വണ്ടി എടുത്ത് കഴിയുമ്പോൾ ഈ കസ്റ്റമർ വേണ്ടെന്ന് പറയുമ്പോൾ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പേയ്മെൻറ്റിൻ്റെ ഒരു 20-25,000 റുപ്പീസോളം നമുക്ക് കൈ നഷ്ടം വരും. കാരണം കമ്പനി നമുക്ക് വേണ്ടി വണ്ടി എടുത്തു, നമ്മൾ വില പറഞ്ഞ വണ്ടി എടുത്തത്. അപ്പോൾ ഓപ്ഷനിൽ നമ്മൾ പിന്മാറുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടം.
അപ്പോൾ ആ ഒരു എമൗണ്ട് ആദ്യം മേടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കസ്റ്റമർ എടുക്കുന്നില്ല. അപ്പോൾ ഈ വണ്ടിയുടെ കസ്റ്റമർ പറയുകയാണ്, നാളെ രാവിലെ വിളിച്ച് പറയണം എനിക്ക് വണ്ടി വേണ്ടാന്ന് പറയുകയാണെങ്കിൽ ആ 25,000 ഇവിടെ പോകുന്നുള്ളൂ. കാരണം എനിക്ക് നഷ്ടം വരുന്നില്ല, വേറെ ആർക്കും നഷ്ടം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അഡ്വാൻസ് മേടിച്ച് വെച്ചിട്ട് വണ്ടി എടുക്കുന്നത്. ഇപ്പോൾ ഈ വണ്ടിയുടെ ഓൾ ഓവർ വണ്ടി ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഫസ്റ്റ് ലുക്കിൽ വണ്ടി ഓക്കെ ആണ്. ഇനി നമുക്ക് ഏകദേശം 50 കിലോമീറ്റർ ഓടിച്ച് വീടെത്തി കഴിഞ്ഞിട്ട് വാഷിങ് കാര്യങ്ങൾ ചെയ്ത് എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ട് വേണം ഡെലിവറി കൊടുക്കാനായിട്ട്. ടി വി ഡ്രൈവിങ് നല്ല രസമാട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫോമൻസും ഓട്ടോമാറ്റിക് ഒരുപാട് ലാഗിങ് ഒന്നും പറയാനില്ല. പക്ഷേ വണ്ടി സ്പീഡാവുന്നത് ഒരു 100 കിലോമീറ്ററൊക്കെ സ്പീഡ് 100 കിലോമീറ്റർ പെർ അവറിൽ സ്പീഡാവുന്നതൊന്നും നമ്മൾ അറിയുന്നുകൂടില്ല. നല്ല രസകരമായ ഡ്രൈവിംഗ് ആണ് വണ്ടി. അപ്പോൾ ഓടിച്ചോടത്തോളം സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് കണ്ടീഷൻ. ചെറിയൊരു 1-2 നോയ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ബെൽറ്റ് ലൂസായിട്ടുള്ള എൻ്റെ ഒരു ചെറിയൊരു നോയ്സും, പിന്നെ അത് കുറച്ച് ദിവസം കിടന്നിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. ആ ഒരു നോയ്സും അതിൻ്റെ കൂടെ ആ ടർബോൻ്റെ ഒരു ചെറിയൊരു ലിവറുണ്ട്, അപ്പോൾ അതിനകത്തു നിന്നൊരു ചെറിയൊരു ബെയറിങ്ങിൻ്റെ നോയ്സും. അത് ഈ മഹീന്ദ്രയുടെ മിക്ക വണ്ടികൾക്കും നമുക്ക് കേൾക്കാൻ പറ്റുന്ന നോയ്സ്. അപ്പോൾ അത് കൃത്യമായിട്ട് സൗണ്ട് കേട്ടപ്പോൾ തന്നെ എനിക്കത് ഫൈൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതല്ല. ഇനി നെക്സ്റ്റ് എല്ലാ വണ്ടി ഡെലിവറി എടുക്കുമ്പോഴും അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കീപ്പ് വാച്ചിങ്. മറ്റൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോയുമായി കാണുന്നവരെ ബൈ.